ഹായ് നമസ്കാരം എല്ലാവർക്കും ധന്യ ഷിജിൻ ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടിയാണെങ്കിൽ എൻ്റെ പേര് ധന്യ ഷിജിൻ. ഒലീവിയ ഡിസൈൻസ് ബൈ അച്ചു. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്നലെ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സംഭവം പ്രശ്നം തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഇൻസ്റ്റാഗ്രാം റീല് ഷെയർ ചെയ്യുകയാണ്. അതായത് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ഇടണം, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്ത് തന്നെയായാലും കമൻറ്റ് ഇടണം എന്ന് പറയുന്നു. അതിനടിയിൽ വന്ന ഏകദേശം 1700ഓളം കമൻറ്റുകൾ എല്ലാം ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കമൻറ്റുകളായിരുന്നു. അങ്ങനെ ഈ ഒരു കമൻറ്റുകളെയും ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു വിഷയത്തിനെതിരായി സംസാരിക്കുന്നു. ഈ സ്ഥാപനത്തിൽ നിന്നും ദുരനുഭവം ഉണ്ടായ ഒരുപാട് വ്യക്തികൾ രംഗത്ത് വരികയും ചെയ്യുന്നു. പലരും ഫേസ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ പലരും ഇത്തരത്തിൽ വീഡിയോസ് ചെയ്തിട്ടുള്ള യൂട്യൂബേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവർക്കുണ്ടായ അനുഭവങ്ങൾ അവരെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു ഒലീവിയ ഡിസൈൻസിൻ്റെ ഉടമയായ അച്ചു എന്ന് പറയുന്ന ഒരു ലേഡി ഇന്നലെ രാവിലെ ഏകദേശം ഒരു 11 മണിക്ക് ഇവർക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ 11 മണിക്ക് വീഡിയോ ഒന്നും വന്നിട്ടില്ല. അവർക്കെന്തോ അലർജി പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ 3 മണിക്ക് വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ വൈകുന്നേരം ജൂലൈ 3-ാം തീയതി ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വരികയാണ്. ഏകദേശം 1.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോയാണ് അവരതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 1.5 മണിക്കൂറുള്ള വീഡിയോ ഞാൻ മുഴുവനായും കണ്ടിട്ടുണ്ടായിരുന്നു. വെറുതെ നമ്മുടെ ഡാറ്റ പോകും എന്നല്ലാതെ, അത് മാത്രമല്ല സമയ നഷ്ടം എന്നല്ലാതെ അതിൽ നിന്ന് നമുക്ക് വിശ്വസനീയമായ എന്തെങ്കിലും ഘടകം എന്ന് പറയാനായിട്ട് എനിക്ക് പേഴ്സണലി ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. ഇവർ വന്നിരുന്നുകൊണ്ട് സ്വയം വൈറ്റ് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ന്യായീകരിച്ച് മെഴുകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവരെ ഈ ഒരു ജോലി വാഗ്ദാനം നൽകിക്കൊണ്ട് അതിന് പിന്നിൽ സ്കാം നടത്തുകയാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു. അത് മനസ്സിലാക്കാതെ വീണ്ടും സ്വയം അവരവിടെ ഇരുന്ന് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഈ ഒരു ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് കുറച്ച് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ഒരു സ്ഥാപനം ഇത്രയും സോഷ്യൽ മീഡിയയിൽ വളർത്തിയെടുക്കാൻ വളരെയധികം റിസ്ക് എടുത്തിട്ടുണ്ട്. അതെനിക്ക് ഫ്രീ പ്രൊമോഷൻ തന്ന, ഒരു പെയ്ഡ് പോലും ഇല്ലാതെ ഫ്രീ പ്രൊമോഷൻ തന്ന എല്ലാ യൂട്യൂബേഴ്സിനും നന്ദിയുണ്ട്. അതുപോലെ തന്നെ 50-60 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പല യൂട്യൂബേഴ്സും ഇവരുടെ ഈ ഒരു ഒലീവിയ ഡിസൈൻസ് എന്നുള്ള പേര് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് വാച്ച് ഓവറും മോണിറ്റൈസേഷനും കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഞാനതിൽ വളരെയധികം അഭിമാനിക്കുകയാണ്. എന്തായാലും അവർക്കെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഫ്രീ പ്രൊമോഷൻ ഇവർക്ക് മറ്റുള്ള യൂട്യൂബേഴ്സ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന യൂട്യൂബേഴ്സ് മാത്രമല്ല, ഈ പറയുന്ന വ്യക്തികൾ, ഒരുപാട് ജനങ്ങളാണ് ഈ ഒരു ഒലീവിയ ഡിസൈൻസ് ഇത്രയധികം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചും അവരുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് വീണ്ടും അതിൽ സാറ്റിസ്ഫൈഡായി വീണ്ടും പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിരിക്കുന്നതും ഇവരുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർ ഇത്രയധികം പ്രൊമോഷൻ കൊടുത്തു എന്ന് പറയുന്ന ചില ആളുകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും ഇവർക്ക് ഇത്തരത്തിൽ വളരാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ പറയുക. അല്ലാതെ യാതൊരു വിവരവും ബോധവും ഇല്ലാതെ ഞങ്ങൾക്ക് ഫ്രീ പ്രൊമോഷനാണ് തന്നത് എന്നൊക്കെ പറയുമ്പോൾ പുച്ഛമാണ് തോന്നുന്നു, മറ്റൊന്നും പറയാനില്ല. അടുത്തത് ഇന്നലെ നമ്മുടെ അൽത്താഫിക്കയുടെ ചാനലിൽ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ പാർട്ട് 2 വന്നിട്ടുണ്ട്. എന്നാലും പാർട്ട് 1 ഇൻ്റർവ്യൂവിൽ ഇവർ ഈ അൽത്താഫിക്ക ചോദിക്കുന്ന ഒരു ചോദ്യമാണെങ്കിൽ ഇവർ പറയുന്നത് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. ചക്ക എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ചുക്ക് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കിന്നലെ യാതൊന്നും മനസ്സിലാവുന്നില്ല. അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റുകളെ സ്വയം ന്യായീകരിച്ച് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അൽത്താഫിക്ക് അതിൽ ചോദിക്കുന്ന വാലിഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഇവരുടെ ഈ അഡ്വർടൈസ്മെൻറ്റിൽ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഈ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട്, ഹോസ്റ്റൽ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്ന കുട്ടികൾക്ക് അങ്ങനെയാണോ, ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണോ, ഹോസ്റ്റൽ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല. ഇത്രയും റേറ്റ് കുറച്ചുകൊണ്ട് പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴില്ല, പക്ഷെ മുൻപ് ഉണ്ടായിരുന്നു. അപ്പോൾ അൽത്താഫിക്ക് ചോദിക്കുന്നുണ്ട്, ഈ മുൻപ് ഉണ്ടായിരുന്നെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ
ഇപ്പോൾ അത് ഇപ്പോഴും നിങ്ങളുടെ പേജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ പേജിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോസും ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്യാറില്ല, ഇനിയൊട്ട് ഡിലീറ്റ് ചെയ്യുകയും ഇല്ല എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവരെ തർക്കിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നോ ഫ്രീ ഹോസ്റ്റലെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അൽത്താഫിക്ക് ഒരു കാര്യം ചെയ്ത് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴാണ് ഈ പുള്ളിക്കാരി ഇത്തരത്തിൽ സംസാരിക്കുന്നത്. ഇത് മുൻപുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ്, പക്ഷേ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ട് ഇപ്പോഴും ആ സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ച് പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ബോണ്ടിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ബോണ്ട് ഇപ്പോൾ യാതൊരുവിധ ബോണ്ടോ എഗ്രിമെൻറ്റോ ഒന്നും തന്നെ ഇല്ല. മുൻപുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ യാതൊരുവിധ നിബന്ധനകളും ഇല്ലാതെയാണ് ഞങ്ങൾ ജോലിക്ക് എടുക്കുന്നത്. ബോണ്ട് എന്നുള്ള കാര്യം, ബോണ്ടോ എഗ്രിമെൻറ്റോ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ സാലറിയുടെ കാര്യം ഇവർ പറയുന്നത്, ഇവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് 40,000 കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകർ പറയുന്നുണ്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ 40,000 25,000 രൂപ മുതൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും പ്രതീക്ഷിച്ച് ജോലിക്ക് പോകുന്നവർക്ക് സാലറി ബേസാണ് ഇവർ ശമ്പളം കൊടുക്കുന്നത്. അതായത് മന്ത്ലി ഒരു ഫിക്സഡ് സാലറി അല്ല, പകരം കമ്മീഷൻ ബേസ്ഡാണ് ഈ ഒരു സാലറി കൊടുക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ സാലറി കമ്മീഷൻ ബേസ്ഡ് ആയിട്ടാണ് ഇവരുടെ സാലറി എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇവർ പറയുന്നത്, ഇവർ അൽത്താഫിക്കോട് പറഞ്ഞത് 15,000 രൂപയിൽ താഴെ സാലറി വാങ്ങിച്ച ഏതെങ്കിലും ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർ തെളിവുമായി രംഗത്ത് വരികയാണെങ്കിൽ ഞാൻ എന്തായാലും അതിനെ നേരിടുമെന്ന്. അതായത് ഞാൻ എന്ത് വേണമെങ്കിലും, നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്നുള്ള അർത്ഥത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് ഒരു 2-3 ഫോട്ടോസ് വയ്ക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു സാലറി സ്ലിപ്പിൽ 15,000 ആണോ 15,000-ൽ താഴെയാണോ എന്നുള്ളതൊക്കെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തന്നെ വിലയിരുത്തിക്കോളൂ. ഒരു പക്ഷേ നമുക്ക് 15,000 എന്ന് പറയുന്നത് ഇവർ ഈ പറഞ്ഞ 15,000 ഏതാണ് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ കാണിക്കുന്ന സാലറി സ്ലിപ്പിലെല്ലാം തന്നെ 15,000-ൽ താഴെയാണ് സാലറി വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു അച്ചു മാഡത്തിൻ്റെ തീരുമാനം എന്താണ്? കാരണം 15,000 രൂപയിൽ താഴെ സാലറി വാങ്ങിക്കുന്ന ആരെങ്കിലും തെളിവുമായി വരികയാണെങ്കിൽ ഞാൻ അതിനെ നേരിടാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്. അടുത്തത് ഇവരുടെ ഹസ്ബൻഡ്, ഈ ഒരു അച്ചു സിബി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ വ്യക്തിയെ നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയം രംഗത്തേക്ക് വരുന്ന സമയം മുതൽ തന്നെ നമ്മൾ കേട്ടിരിക്കുന്നത് ഈ പുള്ളിയുടെ കുറേ വോയിസുകളാണ്. ഈ വോയിസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് അല്ലാതെ മറ്റൊരു വോയിസും കേൾക്കില്ല. അതായത് പുള്ളി ആകെ വായ തുറക്കുന്നത് പോലും ഫൈൻ ഫൈൻ ഫൈൻ, ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാലറിയിൽ നിന്നും ഈ ആകെ കിട്ടുന്ന ഇവരുടെ എല്ലാ ഫൈനുകളും കട്ട് ചെയ്ത് കിട്ടുന്ന തുച്ഛമായ കമ്മീഷനായിരിക്കും, അതിൽ നിന്നും ഫൈന് കട്ട് ചെയ്യും. എന്തായാലും അത്തരത്തിൽ ഫൈന് കട്ട് ചെയ്യുന്ന അതിഭീകരമായിട്ടുള്ള ഒരു വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ അതൊന്ന് ഓടിപ്പോയി കേട്ടിട്ട് വരാം. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര പേർക്ക് ഞാൻ ജോലി തന്നു? നിങ്ങൾ 2 പേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ വരികയാണ്? നിങ്ങൾക്ക് ഇത്ര വരുമാനം കിട്ടി, അവിടെ ഇവിടെ മറ്റൊരു ജോലി ചെയ്തവർ 8-10 ജോലി ചെയ്തവർ ഇത്ര വരുമാനം കിട്ടി, ഇത്ര സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എത്രയോ പേർ പെട്ടിട്ട് വിഷമിക്കുന്നുണ്ട്. യോഗ്യതയുള്ള 2 പേരെ വിളിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് 2 പേരെ പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ, റാണി പറഞ്ഞ ഫീൽഡിൽ ഇറങ്ങി ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ, അല്ലെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കാനോ, അല്ലെങ്കിൽ മറ്റേ കുത്തവിക്കാനോ നിങ്ങളെ പറഞ്ഞു വിടുന്നില്ലല്ലോ. ഞങ്ങളുടെ ഒരു കസ്റ്റമർ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ 2 പേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവർ എന്തിനാണ് ഈ സ്ഥാപനത്തിന്? ഞാൻ ഇത്രയും പേർക്ക് ജോലി കൊടുത്തത്, ഇത്രയും റിസ്ക് എടുത്ത, ഇത്രയും പേര് എന്റെ അന്നവിടെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ 2 പേർക്ക് ഒരു ജീവിതം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വ്യക്തി അംഗീകരിക്കാൻ പറ്റില്ല. കർശന നിലപാടാണ്. ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ 2 പേരെങ്കിലും ജോലി കൊടുക്കാത്തവർ 10,000 രൂപ ഫൈൻ അടച്ചിരിക്കണം. ഒരാൾക്ക് 5,000 രൂപ വെച്ച് 2 പേർക്ക് 10,000 രൂപ ഫൈൻ അടച്ചിരിക്കണം. ഇല്ലാത്തവർ നിർത്തൂ, പോകൂ, ഒരു വിഷയമില്ല. ഞാൻ ഒരു പരാതി പറയുന്നത്, 2 പേർക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ഫൈൻ ഉറപ്പാണ്. കാരണം 2 പേർക്ക് മിനിമം, നിങ്ങളെ കൊണ്ട് ഈ 2 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങളിവിടെ എന്തിനാണ് വരുന്നത്? ഇവിടെ ജോലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്തുണ്ടാക്കാനാണ് വരുന്നത് എന്നാണ് ആ പുള്ളി ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് വോയിസുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു വോയിസ് മാത്രം, കാരണം ഇത് ഒരു ത്രെട്ടണിങ് ചെയ്യുന്നതിൻ്റെ ചെറിയ ലെവൽ മാത്രമാണ്. ഇതിൻ്റെ പീക്ക് ലെവലായിട്ടുള്ള ഒരുപാട് വോയിസുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 പേർക്ക് ജോലി കൊടുത്തില്ലെങ്കിൽ 5,000 രൂപ വെച്ച് 10,000 രൂപ ഫൈൻ ഈടാക്കുമെന്ന്. ഈ 5,000 രൂപ വെച്ച് 10,000 രൂപ ഫൈൻ ഈടാക്കുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നതിൽ നിന്നും എന്ത് ലാഭമാണുള്ളത്? ഈ എല്ലാറ്റിനും ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഫൈനാണ്, മുടി കെട്ടിയില്ലെങ്കിൽ ഫൈനാണ്, കൺമഷി ഇട്ടില്ലെങ്കിൽ ഫൈനാണ്, പൗഡർ ഇട്ടില്ലെങ്കിൽ ഫൈനാണ്.
തൊട്ടതിനും പിടിച്ചതിനും ആകെ ഇദ്ദേഹം വാ തുറക്കുന്നത് പോലും ഫൈൻ എന്നുള്ള ഒരു വാക്ക് പറയാൻ മാത്രമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഇത്ര ഫൈന് വന്നിട്ടുണ്ട്, നായ കുരയ്ക്കുന്നുണ്ട്, അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് തെന്നിമാറി ഈ ഒരു ഫൈൻ ഈടാക്കാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹം വായ തുറക്കുന്നത്, മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താൻ മാത്രം. എന്തായാലും കൊള്ളാം. ഈ ഒരു ഒലീവിയ ഡിസൈൻസ് ഇവരുടെ ഓൺലൈൻ ഷോപ്പ് പൂട്ടി എന്നാണ് കേൾക്കുന്നത്. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം പുതിയ പേരിൽ, പുതിയ ലെവലിൽ, പുതിയ ബ്രാൻഡൊക്കെ ആയിട്ട് അവർ വീണ്ടും രംഗത്ത് വരും. ഇതുപോലെ ഇനിയും ഒരുപാട് സ്കാമുകൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിയമപരമായി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തെ പറ്റി ഉന്നത അധികാരികളിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ നിയമ നടപടികൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട്. എന്തായാലും ഇത്തരത്തിൽ തന്നെ ഒരുപാട് പേര് രംഗത്ത് വരട്ടെ. ഈ കമൻ്റ് ഇട്ട ഈ വ്യക്തികൾ, ദുരനുഭവം പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ട എല്ലാവരും സംഘടിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇതിനെതിരെ ഒരു നിയമ നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനായി എല്ലാവരും കൂടെ തന്നെയുണ്ട്. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു ഒലീവിയ ഡിസൈൻസിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തന്ന ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത്.